നമസ്തേ. കണ്ണൂർ വിഷൻ ചാനലിൻ്റെ പ്രദക്ഷിണ വഴി ഇന്ന് എത്തിച്ചേർന്നത് വെള്ളാവ് കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലാണ്. തളിപ്പറമ്പ് ടൗണിൽ നിന്ന് 6 കിലോമീറ്റർ വടക്കോട്ടേക്ക് യാത്ര ചെയ്താൽ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം, സമീപത്ത് തന്നെ കപാലികുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം, അങ്ങനെ വഴികളിലൂടെ എത്തിച്ചേർന്നാൽ വെള്ളാവ് എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തും. ആ വെള്ളാവിൻ്റെ ഗ്രാമത്തിലെ വളരെ പ്രാധാന്യമുള്ള ദേവതാ സങ്കല്പമാണ് വെള്ളാവ് കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ആ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് പ്രദക്ഷിണ വഴിയിലൂടെ മനസ്സിലാക്കി തൊഴുത് പ്രാർത്ഥിച്ചു വരാം. വെള്ളാവ് കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളമാണിത്. ഏകദേശം മുഴുവനായും ജീർണാവസ്ഥയിലാണ് ഈ ക്ഷേത്രക്കുളം. നമുക്ക് ഭക്തർക്ക് കാണാൻ സാധിക്കും. ഒരു ഭക്തർ ക്ഷേത്രത്തിലേക്ക് വരുന്ന സമയത്ത് കുളം ഉണ്ടെങ്കിൽ ആ കുളത്തിലിറങ്ങി കയ്യും കാലും കഴുകി ശുദ്ധിയാക്കുകയാണ്. 2 വിധത്തിലാണ് നമുക്ക് ശുദ്ധിയാവാൻ പറ്റുക. ഒന്ന് ജലം കൊണ്ട് നമുക്ക് ശുദ്ധിയാവാം, മറ്റൊന്ന് നാമജപം കൊണ്ട് മനസ്സ് ശുദ്ധിയാക്കാം. ഈ 2 വിധത്തിലുള്ള ശുദ്ധിയാണ് ഓരോ ക്ഷേത്ര ദർശനത്തിലൂടെയും തീർത്ഥാടനത്തിലൂടെയും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് വെള്ളാവ് കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ ഈ തീർത്ഥക്കുളവും വേഗം തന്നെ നവീകരിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഏവർക്കും പ്രദക്ഷിണ വഴിയിലൂടെ പ്രാർത്ഥിക്കാം. ഇത് പൂർത്തീകരിച്ച് നമുക്ക് വീണ്ടും ഇവിടെ വന്ന് തൊഴാൻ ഇടവരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോകാം. വെള്ളാവ് കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം കേരളത്തിൽ തന്നെ സ്വയംഭൂവായ അത്യപൂർവം ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒരു ദക്ഷിണാമൂർത്തി ക്ഷേത്രമാണ് ഈ വെള്ളാവ് കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ദക്ഷിണാമൂർത്തിക്ക് 4 ഭാവങ്ങളുണ്ടത്രേ. സതീദേവിയുടെ ദേഹപരിത്യാഗത്തിന് ശേഷം മഹാദേവൻ ജ്ഞാനാവസ്ഥയിലിരിക്കുന്ന ഭാവമാണ് ദക്ഷിണാമൂർത്തി. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയെ നമ എന്ന ധ്യാന ശ്ലോകവും നമുക്കറിയാം. ആ ദക്ഷിണാമൂർത്തിയെ സ്മരിച്ചുകൊണ്ട് വിദ്യാവിജയത്തിനും ജ്ഞാനത്തിനും ഒക്കെ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹമാണത്രേ വേണ്ടത്. ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ പ്രദക്ഷിണ പദത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നാഗരേത്ത് ഇല്ലത്തെ അതിദിവ്യനായ
ശിവാങ്ങൾ, ആ ശിവാങ്ങൾ തളിപ്പറമ്പ് പഠന കാലഘട്ടത്തിൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൊഴുത് വരുന്ന സമയത്ത് സഹപാഠികളൊക്കെ വേഗം വന്നുവെന്നും അങ്ങനെ ആ സഹപാഠികളൊക്കെ വേഗം വരുന്ന സമയത്ത് ഇദ്ദേഹം പതുക്കെയായിരുന്നു. അങ്ങനെ കപാലികുളങ്ങര ക്ഷേത്രത്തിൻ്റെ പരിസരത്തൂടി തൊഴുത് ക്ഷേത്രത്തിലെത്തുന്ന സമയത്ത് വൈകിയെന്നും ആ വൈകിയ സമയത്ത് ഗുരുനാഥൻ ശിക്ഷിച്ചു അത്രേ. വൈകിയതുകൊണ്ട് ദൂരെ നിൽക്കാൻ വേണ്ടി. അങ്ങനെ നിൽക്കാൻ പറഞ്ഞത് ഒരു ആലിൻ്റെ ചുവട്ടിലാണത്രേ. ഇനി ആലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന സമയത്ത് ശക്തമായ മഴയും ഒക്കെ വന്ന സമയത്ത് സാക്ഷാൽ അനന്തൻ അദ്ദേഹത്തിന് കൊടയായി നിന്നുവെന്നും അത്ര മഹത്വം ശിവാങ്ങൾക്ക് ഇവിടെയുണ്ടെന്നും ഇന്നും ശിവാങ്ങൾക്ക് സങ്കല്പിക്കുന്ന ചില അനുഷ്ഠാനവും ശിവാങ്ങളുടെ പീഠ സങ്കല്പവും ഒക്കെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട് എന്നാണ് നമുക്ക് ഇവിടുത്തെ പഴമക്കാരിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. വെള്ളാവ് കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്നാണ്. ഈ കാവ് എന്ന് പറയുന്നത് നമുക്കറിയാം നാഗങ്ങളുടെ സാന്നിധ്യത്തിനെ കൂടിയാണ് പഴമയ കാലഘട്ടത്തിൽ കാവ് എന്ന് പറയാറ്. എല്ലാ വർഷവും കുംഭമാസത്തിലെ ആയില്യം നാളിൽ വിശേഷമായി സർപ്പബലി കഴിപ്പിച്ച് അനവധി ഭക്തന്മാരും എല്ലാ പരമ്പരയിലുള്ളവരും ഒക്കെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് നാഗങ്ങളുടെ അനുഗ്രഹം നേടുന്നൊരു ദിവസം കൂടിയാണ് കുംഭമാസത്തിലെ ആയില്യം. അങ്ങനെ ആ നാഗസ്ഥാനത്ത് കൂടി നമ്മൾ തൊഴുത് പ്രദക്ഷിണമായി പോകുന്ന സമയത്ത് നമുക്ക് അയ്യപ്പനീശ്വരൻ്റെ സന്നിധി കാണാം. ഈ അയ്യപ്പനീശ്വരനുമുണ്ട് വളരെ പ്രാധാന്യം. ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുൻപേ ഈ ധർമ്മശാസ്താവ് അഥവാ അയ്യപ്പ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നും പിന്നീടാണ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഉണ്ടായതെന്നാണ്. ഇതിനകത്ത് നമുക്ക് പ്രേക്ഷകർക്ക് കാണാം അനവധി പഴയ കാലഘട്ടത്തിലുള്ള മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപങ്ങളും അതുപോലെ തന്നെ പ്രാധാന്യത്തോടു കൂടിയ സ്വയംഭൂ സങ്കല്പത്തിൽ തന്നെയാണ് ശിലയിലാണ് ഇവിടുത്തെ അയ്യപ്പനീശ്വരനെ ആരാധിച്ചു വരുന്നത്. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രീയതുഭ്യം നമോ നമ. കിഴക്കോട്ട് ദർശനമായിട്ടാണ് അയ്യപ്പനീശ്വരൻ. അപ്പോൾ ദക്ഷിണാമൂർത്തിക്ക് മുൻപേ ആരാധനയ്ക്ക് മുൻപേ തന്നെ ഇവിടെ അയ്യപ്പനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പൂർവീകർ പറയുന്നതും ചില ഗ്രന്ഥങ്ങളിൽ ഉള്ളതും. അങ്ങനെ അയ്യപ്പനീശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ചാൽ ഋഷഭേശ്വരനെ കാണാം. അകത്താണ് ഋഷഭനും പ്രത്യേകം സ്ഥാനമുള്ളത്. പക്ഷേ പ്രദക്ഷിണ പദത്തിൽ വരുന്ന സമയത്ത് അയ്യപ്പനീശ്വരനെ തൊഴുതതിന് ശേഷം ഋഷഭനെ തൊഴുത് നീലക്കരിങ്കാളി ഭഗവതിയെയും തൊഴുതാണ് നമ്മുടെ ക്ഷേത്ര പ്രദക്ഷിണം പൂർത്തിയാക്കേണ്ടത്. ധർമ്മശാസ്താവീശ്വരനെയും നാഗചൈതന്യങ്ങളെയും തൊഴുതതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ അഗ്നികോണിൽ നമുക്ക് കാണാം പഴയ കാലഘട്ടത്തിൽ ഇല്ലത്തെ കിണർ വൃത്തിയാക്കുന്ന സമയത്ത് അതിനകത്ത് നിന്ന് കിട്ടിയതാണെന്നും അത് കരിങ്കാളി ഭഗവതി സങ്കല്പത്തിലാണ് ഇവിടുത്തെ ആരാധന എന്നും പ്രകൃതി
ആരാധനയ്ക്കേറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കതിനകത്തെ വൃക്ഷങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കാലപ്പഴക്കം അതിനകത്തെ ഓരോ വൃക്ഷങ്ങൾക്കുണ്ട്. ശിലയ്ക്കും അതിലേറെ പഴക്കമുണ്ട് എന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ ഭഗവതിയെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രദക്ഷിണപദം പൂർത്തിയാക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് ഗുരുസങ്കല്പമാണ്. അപ്പോൾ വിദ്യക്ക് ഏറ്റവും പ്രധാനം വേണ്ടത് ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. ശിവേരുഷ്ടേ ഗുരുസ്താത ഗുരൗരുഷ്ടേ എന്ന കശ്ചന എന്ന് വിശിഷ്ടമായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 33 ദേവന്മാർ കോപിച്ചാലും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്കതിനെയൊക്കെ മറികടന്ന് മുൻപോട്ട് പോകാം. ഗുരു കോപിച്ചാൽ ഇനി എത്ര ദേവന്മാർ അനുഗ്രഹിച്ചാലും കാര്യമില്ല. ഇപ്പോൾ വെള്ളാവുകാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ദക്ഷിണാമൂർത്തിയാണെന്നും ആ ദക്ഷിണാമൂർത്തി സതീ വിരഹത്തിന് ശേഷം തപസ് ചെയ്യുന്ന ജ്ഞാന സങ്കല്പത്തിലാണ് ദക്ഷിണാമൂർത്തി. അതുകൊണ്ട് തന്നെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിച്ചാൽ വിദ്യാ യശസ്സും ഒക്കെ വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നവരും അനുഭവമാണ് കൂടുതലുമുള്ളത്. അങ്ങനെ നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ തെക്കു ഭാഗത്തേക്ക് എത്തുമ്പം ഗണപതി സങ്കല്പത്തിൽ ഈ ഗണപതിക്ക് കൊണ്ടൊരു പ്രത്യേകത, ഇവിടുത്തെ ഗണപതിയും ഒരു സ്വയംഭൂവായ ഗണപതിയാണ്. പ്രത്യേകിച്ച് ഗണപതിക്ക് മൂടയപ്പം പ്രാർത്ഥിച്ച് ഗണപതിയെ സ്വയംഭൂവിൽ മുഴുവൻ അപ്പം കൊണ്ട് ദേവനെ മൂടുന്നത് കൊണ്ടാണ് ഇതിനെ മൂടയപ്പം എന്ന് പറയുന്നത്. നമുക്ക് ആ ഗണപതിയെയും തൊഴുത് പ്രാർത്ഥിക്കാം. വെള്ളാവുകാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം ആദ്യകാലത്ത് ഒരു അയ്യപ്പൻകാവ് മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ അമ്പലത്തിന് കിഴക്ക് വശം കാണുന്ന അയ്യപ്പൻകാവ് മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ അവിടെ കുടൽക്കോക്കുന്നം ഇല്ലത്തിൻ്റെ ഒരു സ്ഥലമാണ് ഇന്ന് കാണുന്ന ഈ അമ്പലം. അവിടെ അതിദിവ്യനായ ഒരു അയ്യപ്പൻകാവിൽ ശാന്തിയും ഒക്കെ ആയിട്ട് വന്നതാണ്. കൂറ്റാങ്കുടലിൽ അപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം രാജരാജേശ്വരൻ്റെ ഒരു നല്ല ഭക്തനായിരുന്നു. അപ്പോൾ ദിവസവും രാജരാജേശ്വരനെ തൊഴാൻ പോകും. അപ്പോൾ തീരെ വയ്യാതായപ്പോൾ ഇനി എന്ത് വേണ്ടു ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേന്ന് ആണ് നടുമുറ്റത്ത്, നാലുകെട്ടിൻ്റെ നടുമുറ്റത്തായിട്ട് അനേകം ശിവലിംഗങ്ങൾ പ്രത്യക്ഷപ്പെട്ട് കണ്ടത്. അപ്പോൾ അതിൽ പ്രധാന മൂർത്തി ഏതാണ് എന്നുള്ള ഒരു സംശയം വന്നു. അപ്പോൾ കിണറിൽ നിന്ന് ഒരു പാമ്പ് ഇറങ്ങി വന്ന് പ്രധാന മൂർത്തിയെ ചുറ്റി നിന്നു എന്നാണ്. അപ്പോൾ അവിടെയാണ് നിവേദ്യം പ്രധാനമായിട്ടും ചെയ്തു വരുന്നത്. ഇന്നും മലർ നിവേദ്യം കുടൽക്കോക്കുന്നം ഇല്ലംവകം തന്നെയാണ് രാവിലെ. 5 ഊരാളന്മാരാണ് പണ്ടേ ഉണ്ടായിരുന്നത്. പുതുക്കുടി കോക്കുന്നം, മണിയാൽ കോക്കുന്നം, പെരുന്തട്ട കോക്കുന്നം, ജാലിൽ കോക്കുന്നം, കൊടലിൽ കോക്കുന്നം, അങ്ങനെ 5 കോക്കുന്നന്മാരാണ് ഊരാളന്മാരായിട്ട് ഉള്ളത്. അതിൽ ആൺകുട്ടികൾ ഇല്ലാത്തതിനാൽ പുതുക്കുടി കോക്കുന്നം ഇല്ലം ഇപ്പോഴില്ല. ബാക്കി 4 പേരുണ്ട്. പിന്നെ ഒരു 4 പാരമ്പര്യേതര ട്രസ്റ്റിമാരും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ സംരക്ഷണ സമിതി, സേവാ സമിതിയും കൂടിയാണ് ഇന്ന് ഭരണം നടത്തി വരുന്നത്. അതിൽ ഇവിടുത്തെ പ്രത്യേകത സ്വയംഭൂവാണ് ദക്ഷിണാമൂർത്തി. അതുപോലെ തന്നെ ഗണപതി സ്വയംഭൂവാണ്. അതേപോലെ തന്നെ അയ്യപ്പനും സ്വയംഭൂവാണ്. നാഗരത്ത് കോക്കുന്നത്ത് ശിവാങ്ങളുടെ ഇല്ലമാണ്. അദ്ദേഹത്തിൻ്റെ കിണറിൽ നിന്ന് കിട്ടിയ ഭഗവതി ആണ് കിഴക്ക് ഭാഗത്തുള്ളത്. അതേപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹം അത് അടുത്ത കാലത്താണ്, ഇത്രയും കാലം ഉള്ളിൽ അകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത് ഒരു 2 വർഷം മുന്നെയാണ് പുറത്ത്
ഇവിടെ ചെറിയൊരു അമ്പലം സ്ഥാപിച്ച് അവിടെ ഒരമ്പലം അതിൽ പ്രതിഷ്ഠ നടത്തിയത്, പുനഃപ്രതിഷ്ഠയായിട്ട് നടന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാട് ശ്രീരുദ്ര അഭിഷേകമാണ്. അതിൽ എല്ലാ വർഷവും വിഷു സംക്രമത്തിന് ഉത്സവം തുടങ്ങും. 14 ദിവസത്തെ ഉത്സവം ഇപ്പോൾ തുടങ്ങാറായി. സംക്രമം മുതൽ 14 ദിവസമാണ്. 1000 കുടം കൊണ്ട് ശ്രീരുദ്ര മന്ത്രം ചൊല്ലി ദക്ഷിണാമൂർത്തിക്ക് അഭിഷേകം ചെയ്യുക, ഇതാണ് പ്രധാനം. അത് കൂടാതെ ഗണപതിക്ക് മൂടയപ്പം കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഉള്ളത് അപ്പോൾ ദക്ഷിണാമൂർത്തി, അതേപോലെ തന്നെ ഗണപതി, പിന്നെ അയ്യപ്പൻ, ഭൂതനാഥനായിട്ടുള്ള അയ്യപ്പൻ, അതേപോലെ തന്നെ ഭഗവതി, ശ്രീകൃഷ്ണൻ, ഇതൊക്കെയാണ്. ഇതുകൂടാതെ ഒരു ഉപക്ഷേത്രമുണ്ട്, കൈതക്കിൽ ഭഗവതി. ഇവിടെ വെള്ളാവിൽ റോഡ് സൈഡിലായിട്ടുള്ള ഒരു അമ്പലമാണ്. അവിടെ എല്ലാ വർഷവും തെയ്യം വളരെ ഗംഭീരമായിട്ട് നടത്തി വരാറുണ്ട്. ഈ വർഷവും വളരെ ഭംഗിയായിട്ട് നടത്തി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ തൊഴുത് പ്രദക്ഷിണമായി വന്നാൽ ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം കന്നിമൂലയിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീകൃഷ്ണ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് കാണാം. ക്ഷേത്രത്തിൻ്റെ അകത്ത് ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും പിന്നീട് ജ്യോതിഷ വിധിപ്രകാരം ഇത് പ്രത്യേകം ക്ഷേത്രം പണിത് ശ്രീകൃഷ്ണ ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം. തൊട്ടപ്പുറത്ത് കാണുന്നത് അരങ്ങം കൊട്ടാരം എന്നാണ് പറയുക. പഴയ കാലഘട്ടത്തിൽ അരങ്ങം കൊട്ടാരമായി സങ്കല്പിക്കുകയും പിന്നീട് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഭൗതികമായ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടാണ് ഇന്നിവിടെ ക്ഷേത്ര ഓഫീസും നിർവ്വഹണ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ന് ക്ഷേത്രത്തിൻ്റെ ഈ അരങ്ങം കൊട്ടാരം എന്ന് പറയുന്ന ഈ ഭാഗത്തായാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ധാരാളം പ്രത്യേകതകളുണ്ടെന്നും സ്വയംഭൂവായി കേരളത്തിലുള്ള അപൂർവം ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെള്ളാവുകാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രമെന്ന് നേരത്തെ നമുക്ക് അറിയുവാൻ സാധിച്ചു. മറ്റൊരു പ്രത്യേകത 1920 വരെ വേദ പഠനം നടന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് വടക്കും അതുപോലെ തെക്കും ഓത്തൂട്ട് അമ്പലം എന്നാണ് പറയുക. ഓത്ത് പഴയ കാലത്ത് വേദം ചൊല്ലിയ, വേദ പഠനങ്ങൾ നടത്തിയ, അനുഷ്ഠാനങ്ങൾ നടത്തിയ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ദക്ഷിണാമൂർത്തി ക്ഷേത്രം. എല്ലാ ക്ഷേത്രത്തിലും ശ്രീകോവിലാണ്. പക്ഷേ വെള്ളാവുകാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഒരു ഇല്ലത്തിൻ്റെ പ്രാധാന്യമാണെന്നും സദാകാലം മഴയും വെയിലും നനഞ്ഞുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ സ്വയംഭൂവായ സങ്കേതമാണ് എന്നും അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് എല്ലാവർക്കും പ്രവേശനമില്ല. ഒന്ന് വേദത്തിൻ്റെ പ്രാധാന്യം, മറ്റൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ശിവാങ്ങളുടെ പ്രാധാന്യം, ദക്ഷിണാമൂർത്തിയുടെ പ്രാധാന്യം. ഈ സ്വയംഭൂ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മൾ കാലുകൊണ്ട് ചവിട്ടി ആ ചൈതന്യങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പ്രയാസം വരാതിരിക്കാനാണ് ഇന്നും ഇതിനകത്ത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനം ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശനവുമുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഇത് കാണിച്ചു തരാൻ കുറച്ചൊരു പ്രയാസം പ്രദക്ഷിണ വഴിയിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പരമാവധി നമുക്ക് പുറമും കാര്യങ്ങളൊക്കെ കാണാം, പക്ഷേ ഉള്ളിലേക്ക് കയറാൻ നമുക്ക് ലേശം പ്രയാസങ്ങളൊക്കെ ഉണ്ട്. മറ്റൊരു പ്രത്യേകത, എല്ലാ വർഷവും മീനമാസം നമ്മൾ കഴിഞ്ഞ 2 പ്രദക്ഷിണ വഴി പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ഒന്ന് തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രവും മറ്റൊന്ന് മഴൂര് ബലഭദ്രസ്വാമി ക്ഷേത്രവും. ഈ മീനമാസം 6-ാം തീയതി വരെ അവിടെ ഉത്സവം കഴിഞ്ഞ് കൂടിപ്പിരിയൽ കഴിഞ്ഞാൽ അവിടെ വരുന്ന സ്വാമികളായ ശ്രേഷ്ഠന്മാരായ സന്യാസിമാർ അവിടെ ഉത്സവം കഴിഞ്ഞാൽ നേരെ ഇവിടെ വരണമെന്നാണ്. പഴയ കാലത്തെ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിന് പറഞ്ഞ ശിവാങ്ങൾ ഇരുന്ന് വിശേഷപ്പെട്ട കൂർമാസനം എന്ന് പറയുന്ന പലകയുണ്ടത്രേ. ആ പലകയിൽ അവർ വന്നിരിക്കുന്നു എന്നും അവർക്കിവിടെ വെച്ച് ഭിക്ഷ കൊടുക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഭിക്ഷമൃതയത്ത് എന്ന് പോലും പറയുന്ന അനുഷ്ഠാനം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രം കൂടിയാണ് വെള്ളാവുകാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം. നമ്മുടെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ 5:30 സാധാരണ നട തുറക്കുന്ന സമയം.
അതുകൂടാണ്ട് പിന്നെ രാവിലെ 5:30 നട തുറന്നു കഴിഞ്ഞാൽ 9 മണി വരെയാണ്. പിന്നെ രാവിലെ ഒരു 2 പൂജയുണ്ട്, ഉഷപൂജ, ഉച്ചപൂജ. ആദ്യം നട തുറന്നു കഴിഞ്ഞാൽ തന്നെ അഭിഷേകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രുദ്രാഭിഷേകമാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിഷേകം ശ്രീരുദ്ര മന്ത്രം കൊണ്ട് ചൊല്ലി അഭിഷേകം ചെയ്യുന്നതാണ് രുദ്രാഭിഷേകം എന്ന് പറയുന്നത്. അത് മിക്കവാറും ഭക്തന്മാരായി ഷീട്ടാക്കാറുണ്ട്. രുദ്രാഭിഷേകം കൂടാണ്ട് പാലഭിഷേകം ചെയ്യാറുണ്ട്, ഇളനീര് അഭിഷേകം ചെയ്യാറുണ്ട്. ഇവിടെ സ്വയംഭൂ ആയതുകൊണ്ട് തന്നെ ഒരു ഭക്തന്മാർക്ക് അതിൻ്റെ ഒരു അനുഭവം കിട്ടുന്ന, പല ആൾക്കും അങ്ങനെ കിട്ടുന്ന ഒരു ഇതുണ്ടായിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം 5:30 നട തുറക്കും, 7:30 വരെ. പിന്നെ വിശേഷാൽ എന്ന് വെച്ചാൽ വ്യാഴാഴ്ച പ്രധാനമാണ്. വ്യാഴം എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ സങ്കല്പം, ദക്ഷിണാമൂർത്തി ഗുരുസങ്കല്പമാണല്ലോ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചക്കാണ് പ്രാധാന്യം. പിന്നെ കൊല്ലത്തിൽ 14 ദിവസത്തെ 1000 കുട അഭിഷേകം അത് തന്ത്രി വന്നിട്ടാണ് ചെയ്യാറ്. പണ്ടുകാലത്ത് ശിവരാത്രിക്ക് 18ഓളം പൂജ ഉണ്ടായിട്ടുണ്ടായി പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ചുരുക്കി 3 പൂജയേ ഉള്ളൂ. അതുപോലെ ഏറ്റവും അധികം ഭക്തന്മാർ കാര്യസാധ്യത്തിനായി ചെയ്യുന്നത് രുദ്രാഭിഷേകമാണ്. പിന്നെ നെയ്വിളക്ക് കത്തിക്കും. കൂടാതെ മഹാമൃത്യുഞ്ജയമം റിസീറ്റാക്കുന്ന ആൾക്കാരുണ്ട്. ക്ഷേത്രത്തിൽ നിറമാല ഉണ്ടാകാറുണ്ട്. വിശേഷാൽ മറ്റ് ചടങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. വെള്ളാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ശിവാങ്ങളാണ്. അതിസിദ്ധനാണത്രേ ശിവാങ്ങൾ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഋഷീശ്വര സങ്കല്പവും ചൈതന്യവും ഒക്കെ ദക്ഷിണാമൂർത്തിയിലുണ്ട്. എങ്കിലും സ്വാമിയാർ വന്ന് അവർക്ക് പ്രത്യേകം സ്ഥാനം കൊടുത്ത് ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഈ കൂർമാസനമെന്ന സങ്കല്പത്തിലാണ്. അതിൻ്റെ പഴമ നഷ്ടപ്പെടാതിരിക്കാൻ ഇന്ന് ഈ ക്ഷേത്ര ഊരാളന്മാർ അവരുടെ എല്ലാം കൂട്ടായ്മയോടുകൂടി ഈ കൂർമാസന പലക ദേവന് സമർപ്പിക്കുന്ന പവിത്രമായൊരു ചടങ്ങ് കൂടി ഈ വർഷത്തെ 1000 കുടം അഭിഷേകത്തോടുകൂടി നടക്കുകയാണ്. ഇതകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒരു ഭക്തന്മാർക്ക് പിന്നെ അത് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഏറെ പ്രാധാന്യവും സമയം ധാരാളം എടുത്തുകൊണ്ട് പ്ലാവിൽ ഉണ്ടാക്കിയതാണത്രേ ഈ കൂർമാസനമെന്ന് പറയുന്നത്. ഇനി വരും തലമുറകൾക്ക് മുഴുവൻ ഇത് കാണാനും പഴയതിനെ ഇതിനകത്തേക്ക് സങ്കല്പം ചെയ്ത് സംരക്ഷിക്കാനും വേണ്ടിയാണത്രേ ഊരാള പരമ്പരകൾ അതൊരു തപശക്തിയോടുകൂടി അനുഷ്ഠിച്ചു എന്നാണ് ഇവിടെയുള്ള ഊരാള പരമ്പരകൾ നമുക്ക് പറഞ്ഞു തന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ കിണറോട് കൂടി പ്രദക്ഷിണം വെക്കണം എന്നാണത്രേ. അതിനൊരു കാരണം പറയുന്നത്, ക്ഷേത്രത്തിലെ ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ ചൈതന്യങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് ഘട്ടം വന്ന സമയത്ത് ചില ചൈതന്യങ്ങളൊക്കെ എടുത്ത് കിണറിൽ സംരക്ഷണാർത്ഥം വെച്ചു എന്നാണ്. അതിൻ്റെ ഭാഗമായി ഇന്നും ചില ഉപാധികളൊക്കെ അവിടെയുണ്ട് എന്ന് ഈ ഇല്ലത്തെ പൂർവികർ പറഞ്ഞതിൻ്റെ സങ്കല്പത്തിൽ ഇപ്പോഴും ദക്ഷിണാമൂർത്തിയെ പ്രദക്ഷിണം വെക്കുമ്പോൾ കിണറടക്കമാണ്. അത് കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലും അങ്ങനെ ഉണ്ടാവില്ല. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ സ്വയംഭൂ പ്രാധാന്യം. ആ സ്വയംഭൂ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ
ഇവിടെ ക്ഷേത്ര ഉപജീവനം കഴിയുന്നവരല്ലാതെ മറ്റാരും തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് കയറാറില്ല. കാരണം കാണുന്നിടത്തൊക്കെ ശിവലിംഗം അല്ലെങ്കിൽ ശിവമയമാണ്. ശിവം ഭൂത്വ എന്ന് പറഞ്ഞതുപോലെയാണ്, മുഴുവൻ ശിവമയമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്കാരും കയറാറില്ല. പ്രദേശവാസികൾക്കോ മറ്റുള്ളവർക്കോ കയറാനും താല്പര്യമല്ല. കാരണം ഇതാണ് അത്ര ചൈതന്യം ഉള്ള ഒരു ക്ഷേത്ര സങ്കല്പമാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞു ദക്ഷിണാമൂർത്തിയാണ്. അപ്പോൾ ഗുരുപ്രീതിക്ക് വേണ്ടിയും വിദ്യയുടെ യശസ്സിന് വേണ്ടിയും ഒക്കെ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധി നേടുന്നവരും ഏറെയാണ്. മറ്റൊരു പ്രത്യേകത, മേടമാസം 1-ാം തീയതി മുതൽ 14 തീയതി വരെ വിശേഷ ഉത്സവം നടക്കുന്ന ക്ഷേത്രം. 1000 കുടം അഭിഷേകം നടത്തി ശ്രീരുദ്രം ജപിച്ച് ചൈതന്യം വർദ്ധിപ്പിക്കുന്ന അതിപ്രാധാന്യമുള്ള ക്ഷേത്രം. ഒരു ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് നമുക്കറിയാം 5 കാര്യങ്ങളാണ്. ആചാര്യ തപസാമനായ ജപേന എന്നാണ്. അതിലെല്ലാറ്റിലേക്കും പോകണ്ട, മറിച്ച് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് തന്നെ തൃശ്ശൂർ ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഇല്ലക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആചാര പാരമ്പര്യം ഇന്നും അനുഷ്ഠിച്ചു വരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പെരുവനം ഗ്രാമത്തിലെ മൂലയിൽ പെരുമ്പടപ്പ് ഇല്ല പരമ്പരയാണ് ക്ഷേത്രത്തിൻ്റെ ആചാര്യ കർമ്മത്വം വഹിക്കുന്നത്. ഇന്നും വിശേഷ കാലഘട്ടത്തിലൊക്കെ വന്ന് ഇവിടുത്തെ അനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും ആ ആചാര്യ പരമ്പരകളാണ്. മറ്റൊന്ന് നേരത്തെ പറഞ്ഞു, ധാരാളം ശൈവ സങ്കല്പമുള്ളതാണെന്നും ശ്രീരുദ്രം ജപിച്ച് ഒരു കാലഘട്ടത്തിൽ ബ്രഹ്മചാരികൾ മാത്രമായിരുന്നു അത്രേ ഈ ക്ഷേത്രത്തിലെ ശാന്തി കാര്യങ്ങൾ അനുഷ്ഠിച്ചു വന്നത്. ശ്രീരുദ്രം ജപിച്ചും വിശേഷ ദിവസങ്ങളിൽ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിയും ചൈതന്യം വർദ്ധിച്ചു വരുന്ന ഒരു വിശേഷപ്പെട്ട ക്ഷേത്ര സങ്കേതമാണ് വെള്ളാവ് കാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം. ദക്ഷിണാമൂർത്തി കാവ് ക്ഷേത്രത്തിൻ്റെ ഒരു ഉപദേവതാ സങ്കല്പമാണ് കൈതക്കിയിൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. പക്ഷേ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന് അഭിമുഖമായി കിഴക്ക് ദർശനമായാണ് കൈതക്കിയിൽ ഭഗവതി ക്ഷേത്രം. വർഷത്തിൽ വിശേഷമായി കളിയാട്ടവും അനുഷ്ഠാനവും ഒക്കെ നടക്കുന്ന ഒരു വിശേഷ സന്നിധി കൂടിയാണ് ഉപക്ഷേത്രം. വെള്ളാവുകാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന് ധാരാളം പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ ഒരു പ്രത്യേകത, ദേശത്ത് വരൾച്ച ഉണ്ടാകുന്ന സമയത്ത് ആ വരൾച്ചയിൽ നിന്ന് ഈ ദേശത്തെ മുഴുവൻ സംരക്ഷിക്കാൻ വരുണനാണല്ലോ ജലത്തിൻ്റെ ദേവത. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ സ്വയംഭൂവായ ശിവൻ്റെ ദക്ഷിണാമൂർത്തിയുടെ മുൻപിൽ തന്നെ പ്രത്യേകം ഒരു പീഠസങ്കല്പമുണ്ടത്രേ. ആ പീഠസങ്കല്പത്തിൽ അരിമാവ് കൊണ്ട് ചില അനുഷ്ഠാനങ്ങൾ ചെയ്ത് മഴ പെയ്ത സാഹചര്യം പഴയ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ അതുപോലെ ക്ഷേത്ര ഊരാളന്മാർ സംരക്ഷിച്ച് വരുന്നുമുണ്ട് എന്നുള്ളതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെള്ളാവുകാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം ആദ്യ കാലഘട്ടത്തിൽ അയ്യപ്പനീശ്വരന് ധർമ്മശാസ്താവിന് സ്വയംഭൂവായ ധർമ്മശാസ്താവിന് പ്രാധാന്യമുള്ള ക്ഷേത്രമായിരുന്നു. പിന്നീട് സ്വയംഭൂ ആയ സങ്കല്പത്തിൽ ദക്ഷിണാമൂർത്തി സ്വയംഭൂവായി പ്രത്യക്ഷപ്പെട്ടുവെന്നും ഒരു ഐതിഹ്യം. മേടമാസത്തിലെ 1-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വിശേഷമായി 1000 കുടം അഭിഷേകവും അന്നദാനവും 14-ാമത്തെ ദിവസം ഉത്സവം തിടമ്പ് നൃത്തം നടക്കുന്ന ഒരു ക്ഷേത്രം. വിദ്യാപ്രാപ്തിക്ക് വേണ്ടിയും ജ്ഞാനത്തിന് വേണ്ടിയും ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കാര്യസിദ്ധി നേടുന്നവർ ധാരാളം. എല്ലാ ദിവസവും ശ്രീരുദ്രം ചൊല്ലി ദേവനെ പ്രീതിപ്പെടുത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെള്ളാവുകാവ് ദക്ഷിണാമൂർത്തി ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ പൂർണ്ണമാകുന്നില്ല. മറ്റൊരു ക്ഷേത്രത്തിലെ ഐതിഹ്യവും ആചാരവും അനുഷ്ഠാനവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്തേ.